ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ വിഷയമെന്ന് പറയുന്നത് സ്പോർട്സാണ്. സ്പോർട്സ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഭാരതീയർ ഏറ്റവും ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ക്രിക്കറ്റ് ആയിരിക്കും. കാരണം ക്രിക്കറ്റ് ഇതിഹാസങ്ങൾ ഒരുപാടുള്ള ഒരു നാടാണ്, ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ സച്ചിനും കപിൽ ദേവും ധോണിയും ഉൾപ്പെടെയുള്ള നിരവധി പ്രഗത്ഭരായ ക്രിക്കറ്റ് പ്ലെയേഴ്സ് ഉള്ള ഒരു നാടാണ് നമ്മുടെ ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുകയും ആരാധിക്കുകയും ചെയ്യുന്നത് ക്രിക്കറ്റിനെയാണ്. ശരിയല്ലേ? അപ്പോൾ ക്രിക്കറ്റിനെ ആരാധിക്കുന്ന നാട്ടിൽ ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ എല്ലാ സോഷ്യൽ മീഡിയയും അതുപോലെ നമ്മുടെ എല്ലാവരുടെ മനസ്സിലേക്ക് ഓടി വരുന്നൊരു വാക്കുണ്ട്. എന്തായിരിക്കും? നോർത്ത് ഇന്ത്യൻ ലോബികൾ, വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലെ വലിയൊരു ഒത്തുകളി നടക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പ്ലെയേഴ്സിനെ കൂടുതലായിട്ട് ഇന്ത്യൻ കുപ്പായം അണിയിക്കുവാൻ അവിടുത്തെ ലോബികൾ തയ്യാറാകുന്നു എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് കാരണങ്ങളുണ്ട് അല്ലേ? എന്തായിരിക്കും കാരണം? അതിന് കാരണം ആദ്യം ശ്രീശാന്ത് എന്ന കേരളത്തിന് ഒരു പ്രഗത്ഭനായ നല്ലൊരു ബോളർ ഉണ്ടായിരുന്നല്ലോ. അദ്ദേഹത്തിൻ്റെ കാലം മുതലാണെന്ന് എനിക്ക് തോന്നുന്നത് ഈ നോർത്ത് ഇന്ത്യൻ ലോബികളുടെ പേരിൽ പഴിചാരുന്ന മലയാളികളെ കാണുന്നത്. ശരിയല്ലേ? നല്ല പ്ലെയർ ആയിരുന്നു, എന്നാൽ ചില കാരണങ്ങളാൽ തനിക്ക് ടീമിൽ നിലനിൽക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ടീമിൽ കയറി നല്ല പ്രകടനങ്ങൾ കാഴ്ചവെച്ച വ്യക്തിയുമായിരുന്നു. എന്നാൽ ചില കാരണങ്ങളാൽ ശ്രീശാന്ത് ഔട്ടായിപ്പോയി, അല്ലെങ്കിൽ ടീമിൽ നിന്ന് വെളിയിൽ പോകേണ്ട സാഹചര്യം ഉണ്ടായി. അത് ഞാനിപ്പോൾ പറയുന്നില്ല. അപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് നോർത്ത് ഇന്ത്യൻ ലോബികളെക്കുറിച്ച് നമ്മുടെ മലയാളികൾ വാതോരാതെ പറയുന്നുണ്ട്. അതിനെന്തായിരിക്കും കാരണം? പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ കാരണം അത് വേറെ ഒന്നുമല്ല, നമ്മളെല്ലാം ഏറെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ മലയാളി, നമ്മുടെ കണ്ണിനുണ്ണിയായ നമ്മുടെ പ്രിയപ്പെട്ട സഞ്ജു സാംസനെ ഉൾപ്പെടുത്തിയാണ്. സഞ്ജു സാംസന്റെ പോസ്റ്റുകൾ വരുമ്പോഴും അല്ലെങ്കിൽ സഞ്ജു സാംസനെ കുറിച്ചൊരു വാർത്തകൾ വരുമ്പോഴും ഏറ്റവും കൂടുതൽ ആളുകൾ കമന്റ് ഇടുന്നത് സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിൽ കളിക്കില്ല, കാരണം അത് നോർത്ത് ഇന്ത്യൻ ലോബികളുടെ കളിയാണ്, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ ലോബികൾക്ക് മാത്രമേ കഴിയത്തുള്ളൂ എന്ന് കമൻറ്റുകളും അതുപോലെ വോയിസ് റെക്കോർഡൊക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് കേൾക്കാറുണ്ട്. എന്നാൽ ശരിയാണോ ഈ പറഞ്ഞത്? എനിക്ക് തോന്നുന്നില്ല, ഒരിക്കലും ശരിയാണെന്ന് തോന്നുന്നു. നോർത്ത് ഇന്ത്യൻ ലോബികളുടെ കളിയാണ് ഈ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള മലയാളികളെ ഉൾപ്പെടെ തമിഴ്നാട്ടിൽ നിന്ന് ഉൾപ്പെടെയുള്ള താരങ്ങളെ ഇന്ത്യൻ കുപ്പായം അണിയിക്കാത്തത് എന്ന് പറയുന്നു. ശരിയാണോ? ആർക്കറിയാം. എന്നാലല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണമുണ്ട്. നമ്മൾ സഞ്ജുവിലേക്ക് വരാം. സഞ്ജു ആണല്ലോ ഇപ്പം നോർത്ത് ഇന്ത്യൻ ലോബികൾ അവഗണിക്കുവാൻ, ടീം ഇന്ത്യൻ കുപ്പായം അണിയുവാൻ നോർത്ത് ഇന്ത്യൻ ലോബികൾ കളിക്കുന്നത് എന്നാണല്ലോ നമ്മൾ പറയാറുണ്ടല്ലോ. എന്നാൽ സഞ്ജുവിൻ്റെ കരിയർ ഒന്ന് നോക്കി. ഈ സഞ്ജു 10 വർഷത്തോളമായി സജീവ ക്രിക്കറ്റിൽ താരമായി മാറിയിട്ട്, എന്നാൽ താൻ IPL പോലുള്ള ക്രിക്കറ്റ് മാച്ചുകളിൽ നല്ല മിന്നുന്ന പ്രകടനം, നല്ല ക്ലാസിക് പ്രകടനമാണ് സഞ്ജു സാംസന്റെ. പറയാതിരിക്കുവാൻ പറ്റത്തില്ല. നല്ല തൻ്റെ ബാറ്റിംഗ് ശൈലികളും 6ഉം 4കളും അടിക്കുമ്പോഴൊക്കെ ഓരോ പൊസിഷനിലുള്ള കളികളുടെ സഞ്ജു സാംസന്റെ സൗന്ദര്യമാർന്ന ബാറ്റിംഗ് പ്രകടനമാണ്. അതുപോലെ കീപ്പിങ്ങിലായാലും. ഇപ്പോൾ കീപ്പിങ്ങിലേക്ക് ഇപ്പം നമ്മൾ പോകുന്നില്ല. എന്തായാലും ബാറ്റിങ്ങിൽ സഞ്ജു സാംസന്റെ ആ സ്റ്റൈല്, ആ ഷോ എന്ന് പറയുന്ന പ്രത്യേക ഒരു രസമാണ് കാണാൻ. അല്ലേ? ശരിയല്ലേ? അപ്പം സഞ്ജു സാംസൺ നല്ലൊരു പ്ലെയറാണ്. പക്ഷേങ്കിൽ ഇന്ത്യൻ കുപ്പായം അണിയുവാൻ അദ്ദേഹത്തിന് സ്ഥിരമാർന്ന ഒരു ഇന്ത്യൻ കുപ്പായം അണിഞ്ഞു നിൽക്കുവാൻ കഴിയാത്തത് സഞ്ജുവിൻ്റെ കുഴപ്പമാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാരണം അല്ലാതെ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലെ സെലക്ടർമാരുടെയോ അല്ലെങ്കിൽ അവിടുത്തെ BCCIയുടെയോ കുഴപ്പം കൊണ്ടാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഒന്ന് ചിന്തിച്ച്, സഞ്ജുവിന് അടുത്ത കാലങ്ങളിൽ ലഭിച്ച IPL ഒഴികെ ഇന്ത്യൻ ടീം IPL മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കുമ്പോഴൊക്കെയാണല്ലോ ഇന്ത്യൻ ടീമിലേക്ക് വിളി വരുന്നത്. അങ്ങനെ വിളി വന്ന് ഇപ്പം നിലവിൽ സഞ്ജു സാംസൺ നല്ലൊരു വിളി വന്നിരിക്കുകയാണ്. വേൾഡ് കപ്പിൽ ഒരു 15 ടീമിൽ ലഭിച്ചിട്ടുണ്ട്. ആ ലഭിച്ച അവസരം മുതലൊന്ന് നോക്കി. ആദ്യ സന്നാഹ മത്സരത്തിൽ പോലും സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിൻ്റെ കുപ്പായമണിഞ്ഞ് രോഹിത് ശർമ്മയ്ക്കൊപ്പം ഓപ്പൺ ചെയ്തിട്ട് തൻ്റെ ബാറ്റിംഗ് പ്രകടനം എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം. 6 ബോൾ ബാറ്റ് ചെയ്ത സഞ്ജു സാംസൺ എടുത്തത് വെറും 1 റണ്ണാണ്. തൻ്റെ പ്രകടനം വളരെ നിരാശപ്പെടുത്തി മലയാളികളെ മാത്രമല്ല ഇന്ത്യ എമ്പാടുമുള്ള ക്രിക്കറ്റ് പ്രേമികളെ നിരാശപ്പെടുത്തി. ശരിയല്ലേ? അപ്പോൾ സഞ്ജു സാംസന് നല്ല പ്ലെയറാണ്. പക്ഷേങ്കിൽ എൻ്റെ തോന്നലിൽ
സഞ്ജു സാംസന്റെ ഭാഗ്യമില്ലാത്തൊരു വ്യക്തിയാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഭാഗ്യത്തിലല്ല ഇവിടെ കളിയിരിക്കുന്ന, ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഭാഗ്യമല്ല പ്രകടനമാണെന്ന് പറയും. എന്നാൽ വിരാട് കോഹ്ലിയും സച്ചിൻ ടെണ്ടുൽക്കറും ഒക്കെ നല്ല പ്ലെയർമാരല്ലേ, അവർക്ക് എല്ലാ ദിവസവും തിളങ്ങാറുണ്ടോ? അല്ലെങ്കിൽ അവർ ഒരേ ശൈലിയിൽ ബാറ്റ് ചെയ്യുന്ന ഒരു ബോള്, ചില ഇന്ന് ഔട്ടാകുന്ന ബോള് കഴിഞ്ഞ ദിവസത്തെ മാച്ചിൽ 6 ആയിരിക്കും പറത്തിയിട്ടുള്ളത്. ഇത് എന്തിനും ഒരു ഭാഗ്യവും നിർഭാഗ്യവും ഉണ്ട് എന്നാണ് ഞാൻ ധരിക്കുന്നത്. കാരണം അതാണ് സഞ്ജു സാംസൺ കരിയറിൽ സംഭവിച്ചത്. IPL ഉള്ള മാച്ചുകളിൽ നല്ല പ്രകടനം നടത്തുന്നു, നേരെ മറിച്ച് അതിൻ പ്രകാരം ടീമിലേക്ക് വരുമ്പോൾ ടീമിന് തനതായ അല്ലെങ്കിൽ തനിക്ക് ചെയ്യാൻ പറ്റുന്ന സംഭാവനകൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകത. മാത്രമല്ല സഞ്ജു സാംസന് ഒരു വ്യക്തി, ഒരു നല്ലൊരു പ്ലെയർ എന്ന് പറയുന്നത് ടീമിൻ്റെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ടീമിൻ്റെ തകർച്ചയിൽ കരകയറ്റുന്നവനായിരിക്കും നല്ലൊരു പ്ലെയർ. അല്ലാതെ ഇപ്പം ഓപ്പണർമാർ 100 റൺസ് വെച്ച് നല്ലൊരു സ്കോറിൽ ഇന്ത്യൻ ടീമിനെ നിൽക്കുന്ന സമയത്ത് അവർ ഔട്ടായി പോകുമ്പോൾ ചെന്ന് ഒരു 50 റൺസ് അടിക്കുന്നതല്ല അവിടെ പ്രധാനം. മറിച്ച് ടീം പ്രതിസന്ധിയിൽ മുൻനിര ബാറ്റ്സ്മാൻമാരൊക്കെ തകർന്നു പോകുമ്പോൾ അവിടെ പിടിച്ചു കയറുവാൻ ഏൽപ്പിക്കുന്നവർ, അല്ലെങ്കിൽ പിടിച്ചു കയറി അല്ലെങ്കിൽ ടീമിനെ നല്ലൊരു നിലയിൽ കൊണ്ടുവരുവാൻ വിശ്വാസത്തോടു കൂടി പറഞ്ഞയക്കുന്നവർക്കും തോന്നണം ഇവൻ നിന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവനെ കൊണ്ട് കഴിയത്തുള്ളൂ, പിടിച്ചു നിർത്തുവാൻ കഴിയത്തുള്ളൂ എന്നൊക്കെ ചിന്തിച്ചായിരിക്കുമല്ലോ പറഞ്ഞു വിടുന്നത്, അല്ലെങ്കിൽ ക്രീസിലേക്ക് പറഞ്ഞു വിടുന്നത്. പക്ഷെ അവിടെ പതറിക്കഴിഞ്ഞാൽ ടീം മാനേജ്മെൻറ്റിന് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ സഞ്ജുവിൻ്റെ ഈ അടുത്ത കാലത്തെ പ്രകടനം എല്ലാം അങ്ങനെയായിരുന്നു. ടീമിനെ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെയാണ് സഞ്ജു സാംസനെ ഇറക്കി വിട്ടിരുന്നത്. അവിടെയെല്ലാം സഞ്ജു നിരാശപ്പെടുത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ നല്ല പ്ലെയറാണെന്ന് ഞാൻ പറയുന്നുണ്ട്, എന്നാലും ടീമിൻ്റെ തകർച്ചയിൽ അല്ലെങ്കിൽ രക്ഷകനായി മാറുവാൻ അല്ലെങ്കിൽ ഒരു നല്ലൊരു അടിസ്ഥാനം ഇട്ടുകൊടുക്കുവാൻ സഞ്ജു സാംസനെ പോലുള്ള ബാറ്റ്സ്മാൻമാർക്ക് സഞ്ജു സാംസന് കഴിയുന്നില്ല. അതാണ് പറയുന്നത്, സഞ്ജുവിന് ഭാഗ്യമില്ല എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. നല്ല പ്ലെയറാണ്, പക്ഷെ ഭാഗ്യമില്ല. ഈ ക്രിക്കറ്റിലും ഭാഗ്യവും നിർഭാഗ്യവും ഒക്കെ ഉണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നേരെ മറിച്ച് സഞ്ജു സാംസൺ ഇപ്പോൾ ഏറ്റവും വെല്ലുവിളിയായി നിന്നതും ഇപ്പോൾ ഇടക്കാലം മാറി പിന്നീടും വന്നിരിക്കുന്നത് വ്യക്തി ആരാണ്? ഋഷഭ് പന്ത്. ഋഷഭ് പന്തിന് ഭാഗ്യമില്ലെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഒന്ന് ചിന്തിച്ചു നോക്കി. 2022 ഡിസംബർ മാസം 30 മരണത്തോട് മല്ലടിച്ച ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ ഋഷഭ് പന്ത്. കാരണം ആദ്യകാലം മുതൽ സഞ്ജു ടീമിൽ വരുന്നതിന് മുമ്പ് ഇന്ത്യൻ കുപ്പായം അണിഞ്ഞു കഴിഞ്ഞിട്ടാണ് ഈ ഋഷഭ് പന്ത് ടീമിൽ വരികയും ഋഷഭ് പന്തിനെ രാജ്യം അറിയുകയും ചെയ്യുന്നത്. ആ ഋഷഭ് പന്തിൻ്റെ പ്രകടനങ്ങൾ നല്ല മികവുറ്റ പ്രകടനമായിരുന്നു. അതുപോലെ എല്ലാ പൊസിഷനും കളിക്കുവാൻ മിടുക്കനായിരുന്നു. അല്ലെങ്കിൽ ടെസ്റ്റുകളിലാണെങ്കിലും ഏകദിനത്തിലാണെങ്കിലും T20 തനിക്ക് ചെയ്യാൻ, ടീമിന് വേണ്ടി സംഭാവന ചെയ്യാൻ പറ്റുന്നത് താൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ സെലക്ടർമാരുടെയും അതുപോലെ മാനേജ്മെൻറ്റിൻ്റെയും വിശ്വസ്തനായി മാറി എന്നതാണ് പ്രധാന കാര്യം. മാത്രമല്ല ഋഷഭ് പന്തിൻ്റെ പ്രകടനം എന്ന് പറയുമ്പോൾ മുൻനിര ബാറ്റ്സ്മാൻമാരെല്ലാം തകർന്നു പോകുമ്പോൾ അവിടെ ഇത് ബോളിംഗ് പിച്ചാണ്, ഇതിൽ പ്രയാസകരമാകുന്ന ഗ്രൗണ്ടാണ്, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ബാറ്റ് ചെയ്യാൻ പറ്റാത്തത് എന്നൊക്കെ പറഞ്ഞ് മുൻനിര ബാറ്റ്സ്മാൻമാരൊക്കെ ഔട്ടായി പോകുമ്പോൾ അവിടെ ഋഷഭ് പന്ത് കയറി നിൽക്കുന്ന ആ പ്രകടനങ്ങളൊക്കെ ഒന്ന് കാണണം. എന്ത് മനോഹരമാകുന്ന ബാറ്റിംഗ് മനോഹരമല്ല കേട്ടോ. സ്കോറുകൾ ചെയ്യുന്നത് ആ ടീമിനെ ഒരു അടിസ്ഥാന സ്ഥലത്തേക്ക് എത്തി അല്ലെങ്കിൽ ഒരു ഭദ്രമാകുന്ന സ്ഥാനത്തെത്തിച്ചിട്ടേ താൻ മടങ്ങാറുള്ളൂ. താൻ ബാറ്റിങ്ങിൻ്റെ ശൈലിയെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ വളരെ മോശമാണ്. കാരണം കാണാനും കൊള്ളത്തില്ല, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ എഴുന്നേറ്റ് നിന്ന TV തല്ലിപ്പൊട്ടിക്കാൻ തോന്നും. അതുപോലത്തെ ബാറ്റിംഗ് ശൈലികളാണ്. ഒറ്റയ്ക്ക് അടിക്കുക, തലകുത്തി മറിഞ്ഞ് അടിക്കുക, കറങ്ങി അടിക്കുക, അതുപോലെ എന്തൊക്കെ രീതിയിലാണ് താൻ ബാറ്റ് ചെയ്യുന്നത്. പക്ഷേങ്കിൽ ആ ബാറ്റിൽ കൊള്ളുന്ന ബോളുകളൊക്കെ ബൗണ്ടറി ലൈൻ്റെ അപ്പുറയാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്ന ടീമിന് വേണ്ട സ്കോറാണ്. അവിടെ താൻ തലകുത്തി മുറഞ്ഞായാലും കിടന്നായാലും ഇരുന്നായാലും കറങ്ങിയാണെങ്കിലും സ്കോർ ചെയ്ത് ടീമിനെ കരകയറ്റുന്നു എന്നുള്ളത് വളരെ സവിശേഷമായൊരു കാര്യമാണ്. അപ്പോൾ കളിയുടെ ഷോയിൽ സഞ്ജുവിൻ്റെ അത്ര വരികയല്ലെങ്കിലും ഭാഗ്യമുള്ളൊരു വ്യക്തിയാണ്. കാരണം മരണപ്പെട്ടു എന്ന് പറയുന്ന സ്ഥാനത്ത് നിന്നാണ് താൻ വീണ്ടും ഫിറ്റ്നസ്സൊക്കെ ശരിയാക്കി താൻ ഓടിക്കൊണ്ടിരുന്ന കാറിൽ ഡിവൈഡ് തട്ടി മറിയുകയും അങ്ങനെ തീ പിടിക്കുകയും അത്ഭുതകരമായി അവിടെ നിന്ന് രക്ഷിക്കുകയും കുറച്ച് നാളുകൾക്ക് ശേഷം കളിയില്ല അല്ലെങ്കിൽ
റെസ്റ്റ് എടുത്ത് പിന്നീട് തനിക്ക് ടീമിലേക്ക് മടങ്ങി വരണമെന്ന് പറഞ്ഞ് ഏറ്റവും കൂടുതൽ ഫിറ്റ്നസ് ഉള്ള ഒരു കളിയാണ് ക്രിക്കറ്റ്. അത് ഫിറ്റ്നസ്സൊക്കെ തെളിയിച്ച് വീണ്ടും IPL മടങ്ങി വന്നപ്പോൾ തന്നെ നമ്മുടെ ഋഷഭ് പന്ത് മടങ്ങി വരുന്നു എന്ന വാർത്ത കേട്ടപ്പോൾ തന്നെ നൂറുകണക്കിന്, ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് ആളുകളാണ് ഋഷഭ് പന്തിനെ കാണുവാൻ സ്റ്റേഡിയത്തിലേക്ക് കുതിച്ചു വന്നത്. ആരവങ്ങളും കരഘോഷങ്ങളും പടക്കം പൊട്ടിയിലൊക്കെ ആയിട്ടായിരുന്നു നമ്മളെ ഋഷഭ് പന്തിനെ വരവേറ്റോ. അതിന് അവിടെയും നിരാശപ്പെടുത്തുവാൻ ഋഷഭ് പന്തിന് കഴിഞ്ഞില്ല. ആ IPL മിന്നുന്ന പ്രകടനങ്ങൾ നടത്തി മടങ്ങിവരവ് ഒരു വലിയൊരു മടങ്ങിവരവാണ് എന്ന് തെളിയിക്കുവാൻ ഋഷഭ് പന്തിന് കഴിഞ്ഞു. നമ്മുടെ സഞ്ജുവിന് അത് കഴിഞ്ഞില്ല. അതാണ് പ്രശ്നം. അതൊക്കെയാണ് നമ്മുടെ സഞ്ജുവും ഋഷഭ് പന്തും തമ്മിൽ വ്യത്യാസം. അപ്പോൾ ഞാൻ പറയുന്നത് ഭാഗ്യവും നിർഭാഗ്യവും ഉണ്ട് കളിയിൽ. അല്ലെങ്കിൽ ഋഷഭ് പന്ത് മടങ്ങി വരില്ല എന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട് വീണ്ടും ഫിറ്റ്നസ് തെളിയിച്ച് വീണ്ടും ഈ ഇന്ത്യൻ ടീമിൻ്റെ വേൾഡ് കപ്പ് ടീമിൽ വരാൻ സാധിച്ചു എന്ന് പറയുന്നത് ഒരു ഭാഗ്യമല്ലേ? അതാണ് പറഞ്ഞത്. സഞ്ജുവിന് ഭാഗ്യമില്ല, ഋഷഭ് പന്തിന് ഭാഗ്യമുണ്ട്. അല്ലെങ്കിൽ സഞ്ജുവിന് വളരെ അവസരങ്ങൾ കിട്ടിയിട്ടും അവസരങ്ങളെല്ലാം തച്ചുടച്ച തൻ്റെ നിർഭാഗ്യവശാൽ മാത്രമാണെന്ന് എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് ഇനിയുള്ള കാലമെങ്കിലും സഞ്ജുവിനിപ്പോൾ നല്ല പ്ലെയറാണ്. ആ ഭാഗ്യം തന്നെ ആ ഭാഗ്യവും കൂടെ തുണച്ചു കഴിഞ്ഞാലുണ്ടല്ലോ സഞ്ജു സാംസണൊക്കെ ഒരു സച്ചിൻ ടെണ്ടുൽക്കറായി മാറാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഒരു MS ധോണിയായി മാറാൻ സാധ്യതയുണ്ട്. കാരണം അത്രത്തോളം കഴിവുള്ളൊരു വ്യക്തിയാണ്, അത്രത്തോളം തന്ത്രങ്ങളുള്ള ഒരു വ്യക്തിയാണ് സഞ്ജു സാംസൺ. അപ്പോൾ ഭാഗ്യമില്ലാത്തതാണ് തൻ്റെ കരിയറിലെ ഏറ്റവും വലിയ പരാജയമെന്ന് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് നമ്മൾ ഇനി ഒരുപാട് കാലമൊന്നും സഞ്ജു സാംസനെ നോർത്ത് ഇന്ത്യൻ ലോബികൾ തഴയുന്നു, നോർത്ത് ഇന്ത്യൻ ലോബികളുടെ അവഗണനയാണ് സഞ്ജു സാംസൺ ടീമിൽ വരാത്തതെന്നും പറഞ്ഞ് നമുക്കിനി ആരെയും പഴിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ BCCIനെയോ അല്ലെങ്കിൽ ഇന്ത്യൻ സെലക്ടർമാരെയോ കോച്ചിനെയോ ഒന്നും പഴിക്കാൻ കഴിയത്തില്ല. കാരണം ഇപ്പോൾ വേൾഡ് കപ്പിൽ വരെ നമ്മളെ റിങ്കു സിംഗ് ഉൾപ്പെടെയുള്ള KL രാഹുൽ ഉൾപ്പെടെയുള്ള ആളുകൾ, അതുപോലെ ശിഖർ ധവാൻ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം പുറത്തിരുത്തിയിട്ട് വേൾഡ് കപ്പിൽ അവസരം കൊടുത്തിട്ടും അത് മുതലാക്കാത്ത സഞ്ജുവിനെ ഇനി ആ സഞ്ജുവിൻ്റെ പേരും നമ്മൾ നോർത്ത് ഇന്ത്യൻ ലോബികളുടെ മേൽ നമ്മൾ പഴി ചാരണ്ട. അത് സഞ്ജുവിൻ്റെ ഭാഗ്യക്കേട് കൊണ്ടത് മാത്രമാണ്. അപ്പോൾ എന്തായാലും ഇത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഭാഗ്യവും നിർഭാഗ്യവും ഈ ക്രിക്കറ്റിലുമുണ്ട്. ഋഷഭ് പന്ത് ഭാഗ്യമുള്ളവനായതുകൊണ്ട് തൻ്റെ കരിയർ ഏറ്റവും മനോഹരമായി കൊണ്ടുവരുന്നു. നമ്മുടെ സഞ്ജു സാംസൺ നല്ല പ്ലെയറാണ്, പക്ഷേ ഭാഗ്യനിർഭാഗ്യങ്ങൾ തന്നെ തൻ്റെ കരിയറിനെ ഒരു മങ്ങലേൽപ്പിക്കുന്നു എന്ന് മാത്രമാണ് എനിക്ക് ഓർപ്പിക്കാനുള്ളത്. അപ്പം എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ, അതുപോലെ എൻ്റെ വീഡിയോകളെല്ലാം ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ പൂർണ്ണമായി എന്നെ സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോകളുമായി വരും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.